ഒരേ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അതെത്ര സാലിഹായാലും ഖബറിൻ്റെ ഇടുക്കമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു തൻ്റെ ഔസത്തിൽ ഉദ്ധരിക്കുന്നു, ലമ്മാ മാതത്ത് ഫാത്തിമത്തു ബിൻതു അസദ് ബിൻ ഹാസിം ഉമ്മു അലി ബിൻ അബി ത്വാലിബ്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയും അസദിൻ്റെ പുത്രിയുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ 6-ാം വയസ്സിൽ മരണപ്പെട്ടപ്പോൾ നബി തങ്ങളുടെ പോറ്റുമ്മയായിരുന്നു മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ. അതുകൊണ്ട് മഹദി അവരുകൾ മരണപ്പെട്ടപ്പോൾ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത ഇബ്നു സൈദ്, തൻ്റെ പോറ്റുമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ഉസാമയെ വിളിച്ചു. അതുപോലെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിളിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചു. അപ്പോൾ ഗുലാമൻ അസ്വദ, അതുപോലെ കറുപ്പ് നിറമുള്ള വേറെ ഒരാളെയും വിളിച്ചു. യഹ്ഫറൂന, എന്തിനു വേണ്ടി? ഖബർ കുഴിക്കാൻ. അങ്ങനെ ഫലമ്മാ ഫറഖ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽതജഅ ഫീഹി, ഖബറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ ചെരിഞ്ഞു കിടന്നു. സുമ്മ ഖാല, എന്നിട്ട് നബിതങ്ങൾ ദുആയിരുന്നു, അല്ലാഹുല്ലദീ യുഹ്യീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരണം പിടികൂടാത്തതുമായ മറ്റുള്ളവരെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹുവേ, ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിൻത് അസദിൻ, ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമത ബിൻത് അസദിൻ, അല്ലാഹുവേ എൻ്റെ ഉമ്മ, എൻ്റെ പോറ്റുമ്മയായ അസദിൻ്റെ പുത്രി ഫാത്തിമാക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ കിടന്നിട്ട് ദുആയിരുന്നു. ഖബറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഖബറിൽ റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി അതിൽ കിടന്നിട്ട് പറഞ്ഞു, പഠിച്ചവനെ എൻ്റെ പോറ്റുമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ, വലക്കിൻഹാ ഹുജ്ജതഹാ, തൻ്റെ പ്രമാണം തനിക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ, വവസ്സിഅ അലൈഹാ മുദ്ഖലഹാ, തൻ്റെ കിടപ്പറയെ വിശാലമാക്കണേ അല്ലാഹ്, ബിഹഖ്ഖി നബിയിക, നിൻ്റെ നബിയിൻ്റെ ഹഖ് കൊണ്ട്, വല്ലംബിയാഇ അല്ലദീന മിൻ ഖബ്ലി, എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ മറ്റ് അമ്പിയാക്കളുടെ ഹഖ് കൊണ്ട് കിടപ്പറയെ വിശാലമാക്കണേ റബ്ബേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് നബിതങ്ങൾ ദുആയിരുന്നു. ഫഇന്നക അർഹമുർ റഹീമീൻ, ദയാദാക്ഷിണ്യമുള്ളവരിൽ ഏറ്റവും ദയയുള്ള പടച്ചവനെ, നിന്നോട് എൻ്റെ പോറ്റുമ്മാക്ക് വേണ്ടി ഞാൻ നടത്തുന്ന അപേക്ഷയാണിത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റം വാത്സല്യമുള്ള, കാരണം 6-ാം വയസ്സിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയപ്പോൾ തനിക്ക് താങ്ങും തണലുമായി തന്നെ വളർത്തിയെടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയും റസൂലുള്ളാഹിൻ്റെ പോറ്റുമ്മയുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നബിതങ്ങൾ ഖബറിൽ കിടന്നതുമായിരുന്നു. ഈ ഒരൊറ്റ സ്ത്രീ മാത്രമാണ് ഖബറിൻ്റെ ഇടുക്കത്തെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലാത്ത ആള് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് ജാഅത്തിൽ അഹാദീസുൽ കസീറത്തു ബിളമ്മത്തിൽ ഖബ്രി, ഖബറിന് ഒരു ഇടുക്കമുണ്ട്, ഖബർ ഏതൊരാളെയും ഇടുക്കും എന്നതിന് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. വഅന്നഹു ലാ യൻജു മിൻഹാ സ്വാലിഹൻ വലാ ഗൈറുഹു, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും ഒരാളും രക്ഷപ്പെടുകയില്ല, അവൻ സ്വാലിഹായാലും അല്ലെങ്കിലും. بل أخبر صلى الله عليه وسلم في سعد بن معاذ سيد الأوس من الأنصار
അൻസ്വാറുകളിൽ നിന്ന് ഔസിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അന്നഹു ഇഹ്തസ്സ ലിമൗതിഹി അർശുർ റഹ്മാൻ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടുവന്നു. അർശ് ഇസ്തവാ അലൽ അർശ് എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്? ഇസ്തവാ അലൽ അർശ്. അർശിന്റെ അധികാരം പടച്ചവനാണ്, അർശിന്റെ അധികാരം പടച്ചവനാണ്. കാരണം അതൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. ആകാശ ഭൂമിയുടെ അത്ര വിശാലതയുണ്ട് ആ അർശിന്റെ മുകളിലിട്ട കുർസിയിൽ. ഈ ഭൂമിയുടെ വിശാലം എത്രയാണ്, ആകാശത്തിന്റെ വിശാലം എത്രയാണ്? അപ്പൊ ഈ ആകാശവും ഭൂമിയും ഉൾക്കൊണ്ടാൽ എത്ര വിശാലതയുണ്ട്, അത്രയുണ്ട് അർശിന്റെ മുകളിലിട്ട ഒരു കുർസിയിന്. അതാണ് ആയത്തുൽ കുർസി. ആ കുർസിയെ പരാമർശിച്ച ആയത്താണ് ആയത്തുൽ കുർസി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ആകാശ ഭൂമിയുടെ വിശാലതയുള്ള കുർസി അർശിന്റെ മുകളിൽ ഇട്ട് നോക്കുമ്പോ വലിയ ഒരു മൈതാനിയിൽ ഒരു മോതിരത്തിന്റെ വട്ട് ഇട്ടതുപോലെയുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ നോക്കി ഒരു മോതിരത്തിന്റെ വട്ടിന് എത്ര സ്ഥലമാണ് വേണ്ടത്? അത് വിശാലമായ ഒരു മരുഭൂമിയിലാവുമ്പോൾ എങ്ങനെയുണ്ട്? അപ്പൊ ആകാശ വിശാലതയുള്ള കുർസിയെ അർശിന്റെ മുകളിൽ ഇട്ടപ്പോൾ ഒരു വിശാലമായ മരുഭൂമിയിലെ ഒരു മോതിരത്തിന്റെ വട്ട് ഇട്ടതുപോലെയുണ്ട്. അപ്പൊ അതിന്റെ വിശാലത എത്രയായി? ആ അർശിന്റെ വിശാലത. അതുകൊണ്ട് അല്ലാഹു തആല പല സമയത്തും ഖുർആനിൽ പറയുന്നു, ഇസ്തവാ അലൽ അർശ്, ഇസ്തവാ അലൽ അർശ്. അർശിന്റെ അധികാരം പടച്ചവനാണ്, അർശിന്റെ അധികാരം പടച്ചവനാണ്. അപ്പോ ആ അർശ് പോലും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രകമ്പനം കൊണ്ടുപോയി. ഇസ്തിബ്ശാറൻ ലിഖുദൂമി റൂഹിഹി. കാരണം സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് വരുന്നുണ്ടല്ലോ എന്നതിൽ സന്തോഷിച്ചിട്ട്, വയഅലമു ബിഅദീമി മർതബതിഹി, അദ്ദേഹത്തിന്റെ സ്ഥാനം അത്രയും ഉന്നതമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി. എന്നിട്ട് പറയുന്നു, വഅന്നഹു ലം യൻജു മിൻഹാ. ആ സഅദ് റളിയല്ലാഹു അൻഹു പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅന്നഹു ശയ്യഅ ജനാസതഹു 70,000 മലക്കിൻ. സഅദ് റളിയല്ലാഹു അൻഹു മറമാടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ വിരല് കുത്തി നടന്നപ്പോ സഹാബത്ത് ചോദിച്ചു, അല്ല നബി എന്താ നിങ്ങൾ വിരല് കുത്തി നടന്നത്? അപ്പൊ പറഞ്ഞു, മലക്കുകളെ കൊണ്ട് എനിക്ക് ചവിട്ടാൻ സ്ഥലമില്ല. 70,000 മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ അനുഗമിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനത്തെ സഅദിന് പോലും ഖബർ ഇടുക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നഹു ലൗ കാന അഹദുൻ യൻജു മിൻഹാ. ഏതെങ്കിലും ഒരു വ്യക്തി ഖബറിന്റെ ഇടുക്കിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ മിൻഹാ ഹാദൽ അബ്ദു സ്വാലിഹ്. ഈ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വാലിഹായ ആലിമ രക്ഷപ്പെടുമായിരുന്നു. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹകീം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ നഅലമു അന്ന ലിൽ അംബിയായി സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അജ്മഈന ഫിൽ ഖബരി ളമ്മതൻ വലാ സുആലൻ ലിഇസ്മതിഹിം. ഖബറിൽ ചോദ്യമില്ല, ഖബറിന്റെ ഇടുക്കവുമില്ലാത്ത ആളുകൾ അംബിയാക്കൾ മാത്രമാണെന്ന് മഹാനായ ഹകീം തുർമുദി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ നബി തങ്ങളോട് ചോദിച്ചു, എന്താണ് സഅദിനെ ഇങ്ങനെ ഖബർ എടുക്കാൻ കാരണം? 70,000 മലക്കുകളൊക്കെ അനുഗമിക്കുകയും മരിക്കുമ്പോൾ അർശ് പ്രകമ്പനം കൊള്ളുകയും ചെയ്തു എന്ന് പറയുന്ന ആ സഅദിന്റെ ഖബർ പോലും സഅദിനെ ഇടുക്കി എന്ന് പറഞ്ഞെങ്കിൽ എന്താ നബിയെ അങ്ങനെ? അപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഇന്നഹു ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന യുഖസ്സിറു ഫീ ബഅലി ത്വഹൂരി മിനൽ ഗൗലി. മൂത്രിച്ച ചില ഘട്ടങ്ങളിലൊക്കെ ശുദ്ധീകരണത്തിൽ അനാസ്ഥ വരുത്തിയ കാരണം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ നോക്കൂ, കുട്ടികളാണെങ്കിൽ പോലും ഖബറിന്റെ ഇടുക്കമുണ്ടാകും. ലാകിൻ, എങ്കിലും
ദുക്കിറ പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന ഫാത്തിമത ബിൻത അസദ് റളിയല്ലാഹു അൻഹാ സലിമത് മിൻ ഹാദിഹി ളമ്മാ. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിതയുള്ളൂ. അതാണ് റസൂലുള്ളാഹിന്റെ പോറ്റുമ്മയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. കാരണം റസൂലുള്ളാഹി തങ്ങൾ തനിക്ക് വേണ്ടി, ആ ഫാത്തിമ എന്ന ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കപ്പെട്ട ഖബറിൽ ഇറങ്ങി റസൂലുള്ളാഹി തങ്ങൾ ദുആയിരുന്നു, റബ്ബേ ഈ ഖബറിനെ വിശാലമാക്കണേ, എൻ്റെ ഹക്ക് കൊണ്ടും അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ടും ഖബർ വിശാലാക്കണേ. അതുകൊണ്ട് ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. ആ ദുആക്കെതിരാകുമല്ലോ അപ്പം അത് ഇടുങ്ങുമ്പോൾ. ആ ഒരൊറ്റ വനിതയിലല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഖബറിടുങ്ങും. വിജയരിമിയിൽ കാണാൻ എന്താ അതിൻ്റെ കാരണം എന്നറിയോ? ഭൂമി എന്ന് പറയുന്നത് ഉമ്മയാണെന്ന, മനുഷ്യന്റെ ഉമ്മയാണ് ഭൂമി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, തഹഫ്ഫദൂ മിനൽ അർളി ഫഇന്നഹാ ഉമ്മുക്കും. ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം, ഭൂമി നിങ്ങളുടെ മാതാവാണ്. അപ്പൊ ബുജൈരിമിയിൽ പറയാണ്, ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഫഗാബു അൻഹാ അൽ ഗൈബത്ത തവീല, കുറേ കാലം ഉമ്മയെ തൊട്ട് വേർപിരിഞ്ഞു. ഫലമ്മാ റുദ്ദൂ ഇലൈഹാ ലമ്മത്തുഹും ലമ്മത്തൽ വാലിദത്തില്ലത്തി ഗാബ വലദുഹാ സുമ്മ ഖദിമ അലൈഹാ. കുറേ കാലമായിട്ട് ഉമ്മയിൽ നിന്ന് മാറി നിന്ന ആ മകൻ പിന്നെ ഉമ്മയിലേക്ക് തന്നെ അങ്ങ് വരുമ്പോ ഉമ്മ സ്നേഹത്തോടെ കൂട്ടിപ്പിടിക്കുന്ന രംഗാണ് ഖബറിന്റെ എടുത്തോന്നാണ്. അപ്പൊ നല്ല മനുഷ്യന്മാരായാലും സ്നേഹമുള്ള കുട്ടിയോട് ഉമ്മ പിടിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും? വാത്സല്യത്തോടു കൂടെയുള്ള പിടുത്തായിരിക്കും. അത് വേദനയാവില്ല, അങ്ങനെ പിടിക്കും. അതേസമയം ദേഷ്യമുള്ള ആളെ പിടിക്കുമ്പോൾ എന്തായിരിക്കും? നല്ല മുറുക്കി അങ്ങോട്ട് പിടിക്കും. ഇപ്പൊ വാര്യലുകളൊക്കെ ഇങ്ങനെ കോർത്തു പോകില്ല. അതാണ് അതിൻ്റെ ഹിക്മത്ത് എന്ന് മഹാനായ സുലൈമാനുൽ ബുജൈരിമി തൻ്റെ ബുജൈരിമിയിൽ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട്. മഹാനായ ഇമാം തബറാനി തന്റെ അൽ മുഅ്ജമുൽ ഔസത്തിലെ 5947 നമ്പറായി ഹദീസ് നമ്പറായിട്ട് പറയാണ്, മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മറദിഹി അല്ലദീ യമൂതു ഫീഹി ലം യുഫ്തൻ ഫീ ഖബ്രിഹി. രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരാൾ 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് മരണപ്പെട്ടു പോയി, എന്നാൽ അവന്റെ ഖബറിൽ ഫിത്ന ഉണ്ടാവില്ല, നാശം ഉണ്ടാവില്ല. വഉമിന മിൻ ലഗ്തത്തിൽ ഖബ്രി, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അവന് നിർഭയത്വം ഉണ്ടാകും. മാത്രമല്ല വഹമലതുഹുൽ മലായികത്തു യൗമൽ ഖിയാമത്തി ബിഅഖുഫിഹാ ഹത്താ തുജീദഹു സിറാത ഇലൽ ജന്ന. മലക്കുകൾ അവനെ കൈവെള്ളയിൽ വഹിച്ചിട്ട് സിറാത്ത് പാലം വിട്ടുകടത്തി സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമിൽ രേഖപ്പെടുത്തിയത് കാണാം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തി, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മറദി മൗതിഹി 100 മറ. രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് 100 പ്രാവശ്യം ചൊല്ലി ആ രോഗത്തിൽ തന്നെ അവൻ മരണപ്പെട്ടാൽ ലം യുഫ്തൻ ഫീ ഖബ്രിഹി, അവന്റെ ഖബറിൽ ഫിത്ന ഉണ്ടാവില്ല, നാശം ഉണ്ടാവില്ല. വഉമിന മിൻ ലഗ്തത്തിൽ ഖബ്രി, ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് അവന് നിർഭയത്വം ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എത്ര നല്ലവനായാലും അർശ് പോലും പ്രകമ്പനം കൊണ്ടു എന്ന് പറയുമ്പോൾ എത്രയാണ് ആ സ്വഹാബിയുടെ മഹത്വം. പക്ഷേ അദ്ദേഹത്തെ പോലും ഖബർ ഇടുക്കിക്കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ഖബറിന്റെ ഇടുക്കമില്ലാത്ത ലോകത്തെ ഒരേ ഒരു വനിത അത് റസൂലുള്ളാഹിന്റെ പോറ്റുമ്മയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമ്മയുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗശയ്യയിൽ കിടക്കുമ്പോൾ 100 ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യുക. ഹദീസിൽ കാണാം, എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല എന്ന്.
അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ ദീനിൻ്റെ മതമൂല്യങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഇബ്ലീസ് ലഈനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിൽ നീ ഞങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും അതിൻ്റെ അദാബിൽ നിന്നും ഖബറിൻ്റെ ദൈവത്വത്തിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ മഹ്ശറയിലും അതുപോലെ സിറാത്ത് പാലത്തിലും എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ തുണയാകണേ. ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ചു തരണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.